പടം പ്രതിച്ഛായ അടിപൊളിയാണ്. നമുക്കറിയാം ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ, അദ്ദേഹത്തിന്റെ ഓരോ ഫ്രെയിംസുകളും അടിപൊളിയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, നല്ല അഭിനയം. നിവിൻ പോളി നല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി, സായ് കുമാർ, പിന്നെ ഹരിശ്രീ അശോകൻ, അതുപോലെ ചെയ്തിട്ടുള്ള എല്ലാവരും, പിന്നെ നിശാന്ത് സാഗർ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള സിനിമയാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ചർച്ച ആവുന്ന സിനിമ തന്നെ, ഇതൊരു വിവാദമാവാൻ സാധ്യതയുണ്ട് ഈ സിനിമ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ ആർജവത്തോടുകൂടി, തന്റെ ഇടത്തോടി, ചങ്കൂറ്റത്തോടുകൂടി പറയാണ്, അടുത്ത മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. ഇനി ഒരു മാറ്റവും ഉണ്ടാവില്ല. യുവത്വങ്ങള് അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്തോളും. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, അതായത് നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട്, ഇനി ആവാൻ പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി. ഒരു ഭരണമാറ്റവും ഇതൊന്നും കണ്ടാലൊന്നും സംഭവിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. സോ എവരി വൺ ഷുഡ് വാച്ച് ദിസ് ഫിലിം. വളരെ നല്ല മെസ്സേജസ് ഉണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. താങ്ക് യു. നിവിൻ പോളി ആൻഡ് ഷറഫുദ്ദീൻ രണ്ടുപേരും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ എല്ലാവരും വന്ന് കാണുക. സോ അടിപൊളി. ഉണ്ണികൃഷ്ണൻ സാറിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പൊളിറ്റിക്കൽ ഫിലിം ബൈ ഉണ്ണികൃഷ്ണൻ സാർ. സോ ഐ റിയലി എൻജോയ് ദാറ്റ്. താങ്ക് യു. നല്ല പടമാണ്. പടം കൊള്ളാം, നല്ല പടമാണ്, ഗംഭീര പടമാണ്. ദൈവകൊണ്ടൊരു നല്ല വ്യത്യസ്തമായ ഒരു പടമാണ്. ആള് രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു നല്ല ഇപ്പൊ ഉള്ള പൊളിറ്റിക്സ് ബന്ധം പറയാൻ പറ്റുന്ന ഈ ഒരു അവിടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് എന്തായാലും എല്ലാ സിനിമകളും അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അത് പക്ഷെ ഇപ്പോഴത്തെ വരാൻ പോകുന്ന ഇലക്ഷനായിട്ടൊന്നും ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ സിനിമയായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. ദൈവകൊണ്ടൊക്കെ അതെല്ലാം ഗംഭീരമായിട്ട് നന്നായി ചെയ്തിട്ടുണ്ടല്ലോ. നല്ല ഗംഭീര പടമാണ്. അത് ചെറിയൊരു നമുക്ക് തോന്നിക്കുന്നുണ്ട്, രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനപ്പുറം നമുക്ക് ഇപ്പൊ നടക്കുന്ന ഒരു ഇതിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നല്ല പടമാണ്, എല്ലാവരും ഒന്ന് കാണും. നല്ലൊരു കുറച്ച് നാൾ മുമ്പ് സംഭവിച്ച ഒരു സ്റ്റോറി ബേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ സാർ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളും കോർപ്പറേറ്റും രാഷ്ട്രീയം ഒക്കെ ആയിട്ട് എങ്ങനെ റിലേറ്റഡ് ആവുന്നു എന്ന് വ്യക്തമായിട്ട് ഈ സ്റ്റോറിയിൽ പറഞ്ഞു തരുന്നു. അതെ അതെ അതെ. പൊളിറ്റിക്കൽ മൂവിയാണ്, പക്ക പൊളിറ്റിക്കൽ മൂവി തന്നെയാണ്. അതായത് അത് കുറച്ചുനാൾ മുമ്പ് തന്നെ ഒരു സംഭവം ഇതിന്റെ അകത്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസ്ഡ് ആയിട്ടാണ് സ്റ്റോറി ഇങ്ങോട്ട് വരുന്നത്. ഷറഫുദ്ദീനൊക്കെ പറയാതിരിക്കാൻ വില്ലൻ വേഷം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി പിന്നെ ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബാലേന്ദ്രനും സബിതാനന്ദ് പുള്ളിക്കാരി ഒക്കെ പഴയ ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി അമ്മ വേഷം ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറി, നല്ല സിനിമ.